ഹരി ഓം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ വിഗ്രഹത്തിൻ്റെ വൈശിഷ്ട്യങ്ങളും പൂജാ സമ്പ്രദായങ്ങളും ആരാധനാക്രമങ്ങളും എഴുന്നള്ളത്തും മാനവർക്ക് ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും അവസ്ഥയിലും സ്ഥിതിയിലും ഇതിൻ്റെ ഗുണവും അനുഭവയോഗ്യമായ അവസ്ഥകളും സംജാതമാകാം ആണ് എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, വിഷ്ണുവിന് 4 പ്രദക്ഷിണമാണ്. പക്ഷേ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണമാണ് സാധാരണ പറയപ്പെടുന്നത്. അതിൻ്റെ രഹസ്യം വേദസംസ്കൃതിയിലൂടെ, വേദസമ്പ്രദായത്തിലൂടെ, വേദത്തിൻ്റെ ചൈതന്യത്തിലൂടെ വ്യക്തിയുടെ മനസ്സ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാമൂർത്തിയായ പൂർണ്ണത്രയീശനിൽ വിലയം പ്രാപിക്കാനും അനുഗ്രഹങ്ങളും ആശിസ്സുകളും ഏറ്റുവാങ്ങാനും എന്ന അവസ്ഥയിലാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ത്രയീ, അത് പൂർണ്ണമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദത്തെ നമ്മൾ ഈ ഗണത്തിൽ പെടുത്താറില്ലാത്തതുകൊണ്ടും വിഗ്രഹമൂർത്തി, ചൈതന്യമൂർത്തി പൂർണ്ണത്രയീശ ഭാവത്തിലായത് ഈ രീതിയിലാണെന്ന് പ്രസ്താവ്യമാണ്. ഇവിടെ അത്യപൂർവമായ രീതിയിലുള്ള വലുപ്പമാണ് വിഗ്രഹത്തിനുള്ളത്. പഞ്ചലോഹ വിഗ്രഹമാണ്. ഭഗവാന്റെ അതീവ ഭക്തയായിരുന്ന തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള ഏകാദശി വടക്കേടത്ത് മനയിലെ നങ്ങേമ എന്ന കന്യക ഭഗവാനോടുള്ള മൂത്ത ഭക്തിയും പ്രേമവും സമർപ്പണ ബുദ്ധിയും കൊണ്ട് വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നും വിഗ്രഹം പണിത മൂശാരി വിഗ്രഹത്തിൽ ലയിച്ചു എന്നും പറയും. ഇതുകൊണ്ടാണ് വിഗ്രഹത്തിൽ ഇത്രയും ചൈതന്യം എന്ന് ഒരു ഭാവമുണ്ട്. ഇവിടെ പൂജയ്ക്ക് എടുക്കുന്നത് തുളസിയും താമരയും മുല്ലയുമാണ്. ഇപ്പോൾ അത്യാവശ്യം പനീർ പൂക്കളും എടുക്കുന്നുണ്ട്. നേരത്തെ പനീർ പൂക്കൾ എടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. കോലത്തിന് അലങ്കാരമായി ചെത്തിയും മറ്റും ഉപയോഗിക്കാറുണ്ട്. എങ്കിലും വിഗ്രഹത്തിലും തിടമ്പിലും തുളസിയും താമരയും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ പ്രതിഷ്ഠ അർജുനൻ നടത്തിയപ്പോൾ പരിസര പ്രദേശത്ത് എള്ളുംകാടുണ്ടായിരുന്നു. പഴയ സമ്പ്രദായങ്ങളിൽ പറമ്പുകളിൽ മോടൻ വിതയ്ക്കുക എന്നൊരു സംസ്കാരം നിലനിന്നിരുന്നു. വയലിൽ ചീര തുടങ്ങിയ നെൽവിത്തുകൾ കൃഷി ചെയ്യുന്നതോടൊപ്പം പറമ്പിൽ മോടൻ വിതയ്ക്കുക എന്നൊരു സമ്പ്രദായം നിലനിന്നിരുന്നു. അത് കഴിഞ്ഞാൽ മോടൻ കൊയ്താൽ ചിങ്ങമാസത്തോടു കൂടി മോടൻ കൊയ്യുകയും അത് കഴിഞ്ഞ് നിലമുഴുത്, പറമ്പ് ഉഴുത് അവിടെ എള്ള് വിതയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഈ എള്ള് ശ്രേഷ്ഠമായ ഒരു ഭാവത്തെ കൂടി നമുക്ക് പ്രദാനം ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടു വന്നാൽ ഉടനെ ഓടി എള്ള് കണ്ടത്തിൽ ചെന്ന് എള്ള് തട്ടി തിന്നുന്ന ഒരു സംസ്കാരം ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എള്ളിൻകാട്ടിൽ നിന്നും കുറച്ച് എള്ള് പറിച്ച് എണ്ണയാക്കി കത്തിച്ചു എന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആദ്യം കത്തിച്ച എണ്ണ ഇതേപോലെ എള്ള് കത്തിച്ചാണ്, എള്ള് പിഴിഞ്ഞെടുത്ത എണ്ണയാണ്. പൂർവം നാളികേരം പിഴിഞ്ഞ് നാളികേര പാലെടുക്കുന്നതിനും എള്ള് പിഴിഞ്ഞ് എണ്ണയെടുക്കുന്നതിനും മാനവർക്ക് കഴിവുണ്ടായിരുന്നു. കരബലം അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്.
അതിനാൽ ഭഗവാന് എണ്ണ സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ശ്രീകോവിലിൽ വിഗ്രഹത്തിന് വടക്കുവശത്ത് 3 തട്ടുള്ള വലിയ വിളക്കിലെ ഇത് കെടാവിളക്കാണ്. എണ്ണ പല മാറാരോഗങ്ങൾക്കും ഔഷധമായും, കണ്ണുരോഗങ്ങളാണെങ്കിൽ കണ്ണിന് എഴുതാം, സ്കിൻ ഡിസീസ് ആണെങ്കിൽ ശരീരത്തിൽ ഉപയോഗിക്കുക എന്ന രീതിയിലാണ്. ഇവിടെ തോട്ടക്കിരീടം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ പൂവും, അതേപോലെ നമ്മളുടെ തേക്കിൻ്റെ തളിരും ചേർത്ത് എണ്ണ കാച്ചി തേച്ചാലും പല സ്കിൻ ഡിസീസുകളും നമുക്ക് മാറ്റിയെടുക്കാം. അത് ആയുർവേദ ചികിത്സയുടെ സിദ്ധവൈദ്യത്തിൻ്റെ ഒരു രീതിയാണ്. 3 തട്ടുള്ള വലിയ വിളക്കിൽ കെടാവിളക്കെണ്ണ എണ്ണ പല മാറാരോഗങ്ങൾക്കും ഔഷധമായും സുഖപ്രസവത്തിനായും ഭക്തർ ഉപയോഗിച്ചിരുന്നു. പെൺകുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ, വയറ്റത്ത് തടവിയാൽ സുഖപ്രസവത്തിന് ഇത് ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. ഭഗവാൻ നിവേദ്യത്തിനായി കദളിപ്പഴവും പൂവമ്പഴവും മാത്രമേ പാടുള്ളൂ. ചില പ്രദേശങ്ങളിൽ ഞാലിപ്പൂവൻ, പാളയംകോടൻ എന്നിത്യാദി ഫലങ്ങൾ കുന്നമ്പഴം ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതൊന്നും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല, നൈവേദ്യത്തിന് ഉപയോഗിക്കാറില്ല. പൂവമ്പഴവും കദളിപ്പഴവും. കദളിപ്പഴത്തിൻ്റെ പ്രത്യേകത പഴം ഒരിക്കലും പഴുത്ത് ചീഞ്ഞു പോവില്ല എന്നതാണ്. പഴം പഴുത്തുണങ്ങുക മാത്രമേ ചെയ്യാറുള്ളൂ. പഴങ്ങളിൽ നമ്മുടെ അറിവിലെ രീതി അനുസരിച്ച് പഴുത്ത് ചെയ്യാത്തൊരു പഴം കദളിപ്പഴമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും ശ്രേഷ്ഠതയും മഹത്വവും വരുന്നത്. വേറെ നിവേദ്യ വഴിപാടുകളായി അപ്പവും പാൽപ്പായസവും കൂട്ടുപായസവും ചതുശതം എന്നിവയാണ്. ഇന്ന് രാവിലെ ഉഷനിവേദ്യത്തിന് ഒരു വിശേഷാൽ കൂട്ടുപായസം നിവേദിക്കുന്ന ഒരു ചടങ്ങ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുണ്ട്. പന്തീരാഴി എന്ന പേരിൽ അറിയപ്പെടുന്ന പാൽപ്പായസവും ഇവിടുത്തെ പ്രത്യേകതയാണ്. 40 ലിറ്റർ പാലുകൊണ്ടുണ്ടാക്കുന്ന ഈ പന്തീരാഴി പാൽപ്പായസം വഴിപാടായി അധികം പേർ ദിവസവും സമർപ്പിക്കുന്നുണ്ട്. കാര്യസാധ്യങ്ങൾക്ക് എന്ന ഒരവസ്ഥയിലാണ് ഈ വഴിപാട്, പാൽപ്പായസ വഴിപാട് സമർപ്പിക്കുന്നത്. 40 നാഴി പാലാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കളഭ രീതിയാണ്. ഭഗവാന് കളവം വഴിപാട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ന നിലയ്ക്ക് നടക്കുന്നുണ്ട്. വിഗ്രഹത്തിന് സംഭവിക്കുന്ന ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാനാണ് സാധാരണ കളഭം വഴിപാട് നടത്തുന്നത്. ഒന്ന് തൊഴുതു പോകുന്ന ഭക്തർ സമർപ്പിക്കുന്ന ദോഷങ്ങളുടെ രീതി അനുസരിച്ച് വിഗ്രഹത്തിന് ചൂട് സംഭവിക്കുന്നു എന്ന ഒരു ഭാവം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭക്തർ തന്നെ കളഭം വഴിപാടായിട്ട് അതിനകത്ത് നല്ല ചന്ദനവും കുങ്കുമവും പനിനീരുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വളരെ ദുർലഭമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ കസ്തൂരിയും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കസ്തൂരി ഒന്നും ഇന്ന് പ്രായോഗിക തലത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് സാധാരണ എനിക്ക് ഇന്നത്തെ രീതിയിൽ നല്ല അരച്ചെടുക്കുന്ന ചന്ദനത്തോട് കൂടിയിട്ട് കുങ്കുമപ്പൂവ് കഴിഞ്ഞാൽ പിന്നെ നല്ല പനിനീര്, ഇത്രയും ചേർത്താണ് കളഭം ഉണ്ടാക്കുന്നത്. കളഭം ആടുന്നതിൻ്റെ തലേന്ന് കളഭം നിറച്ച് വെച്ച് വൈകുന്നേരം അധിവാസ ഹോമം നടത്തി പിറ്റേന്ന് കാലത്ത് എതിർത്ത പൂജയ്ക്ക് കളഭം ആടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പണ്ട് നിറച്ച കളഭക്കുടത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നതിനാലാവണം ഇങ്ങനെയൊരു ചിട്ട ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. സാധാരണ കളഭം തലേ ദിവസം തയ്യാറാക്കി ശ്രീകോവിലിനകത്ത് കൊണ്ടുപോയി വേദമന്ത്രങ്ങൾ ഉരുവിട്ട് കളഭത്തിൽ ശക്തി വരുത്തി വേദമന്ത്ര ചൈതന്യം വരുത്തി ആടുക. അങ്ങനെ വരുമ്പോൾ വിഗ്രഹത്തിന് ജീവചൈതന്യം വർദ്ധിക്കുമായിരുന്നു എന്നാണ് ഒരു രീതി. അടുത്തത് തിരുവഞ്ചനം എന്ന രീതിയാണ്. കേരളത്തിൽ വേറെ ഒരു ക്ഷേത്രത്തിലും കാണാത്ത തിരുവഞ്ചനം എന്ന ഒരു ചടങ്ങ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലുണ്ട്. അത് വൃശ്ചികം ഉത്സവത്തിൻ്റെ 4-ാം ദിവസവും ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ദിവസമായ കുംഭമാസത്തിൽ
ഉത്രം നാളിലും തിരുവഞ്ചനം നടത്തുന്നുണ്ട്. ശാന്തിക്കാർ കൂടാതെ ഓദിക്കൻ കുടുംബത്തിലെ എല്ലാവരും, തന്ത്രി കുടുംബത്തിലെ വേലി കഴിഞ്ഞവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. അയ്യോ.